obtain the minimum variance bound estimator for mu in normal population n mu sigma when sigma is mu. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മിനിമം വേരിയൻസ് ബൗണ്ട് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ ആണ്. മ്യൂ എന്ന് പറയുന്നത് നോർമൽ പോപ്പുലേഷൻ്റെ ഒരു പാരാമീറ്റർ ആണ് അല്ലേ. അപ്പോൾ അത് സിഗ്മ എന്ന് പറഞ്ഞാൽ മറ്റേ പാരാമീറ്റർ അറിയുമെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മ്യൂ എന്ന് പറയുന്ന പാരാമീറ്ററുള്ള നോർമൽ പോപ്പുലേഷൻ അതിൻ്റെ PDF നമുക്ക് എങ്ങനെ എഴുതാം? PDF of the normal population is given by n mu sigma is equal to 1 by sigma root of 2 pi e raised to minus of x minus mu the whole square by 2 sigma square minus infinity less than x less than infinity. ഇതാണ് നമ്മുടെ നോർമൽ പോപ്പുലേഷൻ n mu സിഗ്മയുടെ PDF. അപ്പോൾ ഇവിടെയുള്ള ഒരു പാരാമീറ്റർ മ്യൂ അൺനോൺ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പോപ്പുലേഷൻ്റെ പാരാമീറ്റർ അൺനോൺ ആകുമ്പോൾ നമ്മൾ ഉടനെ പോയിട്ട് എന്ത് ചെയ്യും? ഒരു സാമ്പിൾ സെലക്ട് ചെയ്യും ഫ്രം ദ പോപ്പുലേഷൻ. അപ്പം ലെറ്റ് x1 x2 എക്സെട്ര xn be a random sample taken from the population n mu sigma. n mu sigma എന്ന് പറയുന്ന പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരു റാൻഡം സാമ്പിൾ എടുത്തു. അപ്പോൾ ഒരു പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആ സാമ്പിളിലുള്ള ഓരോ ഒബ്സർവേഷനും പോപ്പുലേഷൻ്റെ അതേ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. എന്നുവെച്ചാൽ x1ൻ്റെ PDF എന്തായിരിക്കും? ഇത് തന്നെയായിരിക്കും. x2ൻ്റെ ഇത് തന്നെയായിരിക്കും. xnൻ്റെ ഇത് തന്നെയായിരിക്കും. എക്സിൻ്റെ സ്ഥാനത്ത് x1 x2 എന്ന് വരുന്നതായിരിക്കും അല്ലേ. നമുക്ക് എഴുതാം f of x1 mu comma sigma എന്താണ്? That is equal to 1 by sigma root of 2 pi e raised to minus of x1 minus mu the whole square by 2 sigma square. അങ്ങനെയാണെന്ന് വെച്ചാൽ f of x2 comma mu comma sigma that is equal to 1 by sigma root of 2 pi e raised to minus x2 minus mu the whole square by 2 sigma square. അങ്ങനെ പോയിട്ട് f of xn comma mu comma sigma that is equal to 1 by sigma root of 2 pi e raised to minus of xn minus mu the whole square by 2 sigma square. ഇവരുടെ PDFകളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മിനിമം വേരിയൻസ് ബൗണ്ട് എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മിനിമം വേരിയൻസ് ബൗണ്ട് എസ്റ്റിമേറ്റർ കാണാനുള്ള ഒരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു if T is an unbiased estimator of the population parameter theta or a function of theta, gamma theta, then നമുക്ക് എന്ത് എഴുതാം? ഡോ log L by ഡോ തീറ്റ can be written as T minus gamma theta into A theta. അല്ലെങ്കിൽ ഡോ log L by ഡോ തീറ്റനെ ഈ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പറയാം T is a minimum variance bound estimator for gamma theta എന്ന് പറയും. ഇവിടെ നമ്മൾ ഗാമ തീറ്റ എന്ന് പറഞ്ഞത് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന പാരാമീറ്ററാണ്. എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കേണ്ട പാരാമീറ്ററാണ്. അതിവിടെ എന്താണ്? മ്യൂ ആണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കാണും. ആദ്യം എന്ത് ചെയ്യും? ലൈക്ലിഹുഡ് ഫംഗ്ഷൻ L കണ്ടുപിടിക്കും. പിന്നെ log L കണ്ടുപിടിക്കും. അതിന് വിത്ത് റെസ്പെക്ട് ടു തീറ്റ, അതായത് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു മ്യൂ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ടിങ് എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതിന് ഞാൻ ഈ രൂപത്തിലേക്ക് എഴുതാൻ ശ്രമിക്കും. അതായത് സം സ്റ്റാറ്റിസ്റ്റിക് ഇവിടെ വരും മൈനസ് മ്യൂ ഇൻറ്റു എ കോൺസ്റ്റന്റ് എന്ന രൂപത്തിൽ എനിക്ക് എഴുതാൻ ഞാൻ നോക്കും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ സ്റ്റാറ്റിസ്റ്റിക് ഉണ്ടല്ലോ, ദാറ്റ് വിൽ ബി ദ മിനിമം വേരിയൻസ് ബൗണ്ട് എസ്റ്റിമേറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഓരോരുത്തരെയും PDF ഒക്കെ എഴുതിയത്. ഇനി നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കും, log L കണ്ടുപിടിക്കും, ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഓഫ് ദ സാമ്പിൾ എഴുതുകയാണ്. ഞാനത് എല്ലിനെ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. എൽ എന്ന് പറഞ്ഞാൽ L of x1 x2 എക്സെട്ര xn മ്യൂ കോമ സിഗ്മ. അപ്പോൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദ PDF x1 x2 എക്സെട്രൻ്റെ PDFൻ്റെ പ്രോഡക്റ്റാണ്. ദാറ്റ് ഈസ് f of x1 comma mu comma sigma into f of x2 mu comma sigma etc f of xn mu comma sigma. ഇങ്ങനെ നമുക്ക് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 1 by sigma root of 2 pi e raised to ആദ്യത്തെ ആൾ എന്താണ്? മൈനസ് x1 minus mu the whole square by 2 sigma square
അടുത്തത് 1 by sigma root of 2 pi e raised to minus x2 minus mu the whole square by 2 sigma square etc. 1 by sigma root of 2 pi e raised to minus xn minus mu the whole square by 2 sigma square. ഇങ്ങനെ വന്നിട്ടുണ്ട്. This is equal to ഇതിന് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ട് എഴുതാൻ പോകും. സിമിലർ ടേംസിനൊക്കെ ഒന്നായിട്ട് എടുക്കാൻ പോവുകയാണ്. നോക്കുമ്പോൾ 1 by sigma root of 2 pi എല്ലാവരുടെയും എന്താണ് 1 by sigma root of 2 pi മൾട്ടിപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും? n ടേംസ് അല്ല ഇവിടെ ഉള്ളത് അല്ലെ? x1 x2 എക്സെട്ര xന്റെ PDF ആണ്. അപ്പോൾ n ടേമുകളാണുള്ളത്. അപ്പോൾ n ടൈംസ് ഇത് വന്നിട്ടുണ്ട്. 1 by sigma root of 2 pi ഹോൾ റേസ് ടു n വന്നിട്ടുണ്ട്. പിന്നെ വരുന്ന ടേം ഏതാണ്? ഇയുടെ പവറുകളാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ബേസുകൾ ആണ്, പവറുകളാണ് നമ്മൾ വരുന്നത്. അപ്പം ബേസുകൾ തുല്യമാവുമ്പോൾ നമ്മൾ പവറുകൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇ റേസ് ടു മൈനസ് ഓഫ് x1 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ പ്ലസ് മൈനസ് ഓഫ് x2 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ എക്സെട്ര പ്ലസ് മൈനസ് xn മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. ഇപ്പോൾ ഇവരെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. നമുക്കിവിടെ ഒന്നും കൂടി എടുത്ത് എഴുതാം. ഇറ്റ് ഇസ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ L is equal to 1 by sigma root of 2 pi. ഇനി ഈയുടെ ഒപ്പം വന്നിരിക്കുന്ന ടേമുകളെല്ലാം ഞാൻ ഗ്രൂപ്പ് ചെയ്തു. മൈനസ് 1 by 2 സിഗ്മ സ്ക്വയർ ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ വരുന്നത്? എല്ലാ ടേമിനും അതുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് x1 മൈനസ് 1 by 2 സിഗ്മ സ്ക്വയർ പുറത്ത് പോയി. അപ്പോൾ x1 മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ എക്സെട്ര xn മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ബ്രാക്കറ്റിനുള്ളിൽ എഴുതി x1 minus mu the whole square plus x2 minus mu the whole square etc. plus xn minus mu the whole square. Or this can be written as 1 by sigma root of 2 pi whole raised to n ഉണ്ടായിരുന്നു. n times ഇവിടെ multiply ചെയ്തു. whole raised to n e raised to minus 1 by 2 sigma square summation I is equal to 1 to n. ഈ സമ്മിന് ഞാൻ സമ്മേഷൻ കൊടുത്തിട്ട് എഴുതുകയാണ് xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ എഴുതി. എല്ലിന് നമുക്ക് വേണ്ടത് ലോഗല്ലാണ്. ലോഗരിതം എടുക്കുകയാണ്. ലോഗൽ ഇസ് ഈക്വൽ ടു ലോഗരിതം എടുക്കുമ്പോൾ ഇവിടെ രണ്ട് ടേം ഉണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ. ലോഗ് ഓഫ് ദിസ് ഇൻറ്റു ദിസ് അല്ലേ? അപ്പോൾ നമുക്ക് അറിയാം ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി അറിയാലോ. ലോഗ് എ ഇൻറ്റു ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ പ്ലസ് ലോഗ് ബി. കാരണം നമുക്കിവിടെ മ്യൂ ഉള്ള ടേമും മ്യൂ ഇല്ലാത്ത ടേമിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു logarithm of 1 by sigma root of 2 pi whole raised to n plus logarithm of e raised to minus 1 by 2 sigma square summation I is equal to 1 to n xi minus mu the whole square. അങ്ങനെ രണ്ട് ടേമുകളാക്കി എഴുതി. അപ്പോൾ ഇവിടെ ലോഗരിതം എടുത്തപ്പോൾ ഇവിടെ പവറിലാണ് കുറേ ആളുകൾ നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ലോഗരിതത്തിൻ്റെ പവർ വരുമ്പോൾ എന്താ ചെയ്യുക? ലോഗരിതം ഓഫ് എ റേസ് ടു എം എന്നാൽ ഈ പവറിനെ നമുക്ക് ഇവിടെ താഴേക്ക് എടുത്തിട്ടുണ്ട്. ദറ്റ് ഇസ് എം ലോഗ് എ അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ചെയ്യണം എന്ന് ആവശ്യമില്ല. കാരണം ഇവിടെ ഒരു കോൺസ്റ്റന്റ് ടേം ആണ്. അല്ല നമുക്ക് ജസ്റ്റ് ആ പ്രോപ്പർട്ടി കണക്ട് ചെയ്യാൻ ഇവിടെ എഴുതാം. എൻ ലോഗ് 1 by sigma root of 2 pi. ഓക്കെ, ഇവിടെ ഞാൻ ആരും എടുത്തിട്ട് എഴുതുന്നത് ഈ ടേമാണ് അല്ലേ? ഇതാണ് ഇവിടെ പവറിൽ നിൽക്കുന്നത്. അയാൾ ഞാൻ താഴേക്ക് എടുത്ത് എഴുതി 1 by 2 sigma square summation xi minus mu the whole square I is equal to 1 to n xi minus mu whole square എഴുതി. അപ്പോൾ ഇയാൾ താഴെപ്പോട്ട് ഇവിടെ ബാക്കി ആരാണത്? ലോഗ് ഇ. ലോഗ് ഇയുടെ ബേസും ഈ തന്നെയാണ്. നമ്മൾ നാച്ചുറൽ ലോഗരിതം ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പം ലോഗരിതത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി ലോഗരിതം ഓഫ് ഇ ടു ദ ബേസ് ഇ അല്ലെങ്കിൽ ലോഗരിതം ഓഫ് എ ടു ദ ബേസ് എ, ബേസും നമ്മൾ എടുക്കുന്ന നമ്പറും തുല്യമാവുകയാണെന്ന് വെച്ചാൽ ദ ആൻസർ വിൽ ബി 1. അപ്പം ഈ ടേം 1 ആയിപ്പോയി. ലോഗൽ എന്താ വരുന്നത്? ഇറ്റ് ഈസ് എൻ ലോഗ് 1 by sigma root of 2 pi plus minus 1 by 2 sigma square summation xi minus mu the whole square. ഇതാണ് വരുന്നത്. ഈ ടേം 1 ആയതുകൊണ്ട് ഇപ്പോൾ ലോഗലായി നമുക്ക് ഇതിനെ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു മ്യൂ അല്ലേ? ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു മ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഡോ ലോഗൽ ബൈ ഡോ മ്യൂ. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം വിത്ത് റെസ്പെക്ട് ടു മ്യൂ അല്ലേ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടേം എന്തായിപ്പോയി? 0 ആയിപ്പോയി അല്ലേ? പിന്നെ ഈ ടേമാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്.
പ്ലസ് നമ്മൾ -1/2 സിഗ്മ സ്ക്വയർ കോൺസ്റ്റൻറ്റിന് അങ്ങനെ വെച്ചു. ഈ ടേമിലാണ് മ്യൂ ഉള്ളത്, അത് സ്ക്വയറിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനാദ്യം എന്ത് ചെയ്യണം, സ്ക്വയറിന് 2 ഇൻറ്റു സമ്മേഷൻ i ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ എന്ന് എഴുതി. അപ്പോൾ ഇവിടെ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്തു. ഇവിടെ ഇൻറ്റു മൈനസ് മ്യൂ അല്ലേ, ഒരു -1 കൂടി ഉണ്ട്. ഈ മൈനസും മൈനസും കൂടി പ്ലസ് ആയി. അപ്പോൾ ദിസ് ഇസ് 1/സിഗ്മ സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ xi മൈനസ് മ്യൂ. ഇതാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഡോ ലോഗൽ ബൈ ഡോ മ്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്, 1/സിഗ്മ സ്ക്വയർ സമ്മേഷൻ i ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഏകദേശം എത്തുന്നുണ്ട്. നമുക്ക് വേണ്ടത് ഡോ ലോഗൽ ബൈ ഡോ തീറ്റനെ എങ്ങനെ എഴുതാൻ സാധിക്കണം, ടി മൈനസ് ഗാമ തീറ്റ ഇൻറ്റു എ തീറ്റ എന്നുള്ള രൂപത്തിൽ എഴുതാൻ സാധിക്കണം. അപ്പോൾ ഇവിടെ സിഗ്മയുണ്ട് അല്ലേ, ആയിട്ടുള്ള ഈ രൂപത്തിലേക്ക് എത്താനായിട്ട് ഇവിടെ സിഗ്മയുണ്ട്. അപ്പോൾ സിഗ്മ രണ്ടു പേർക്കും ബ്രാക്കറ്റിനുള്ളിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. രണ്ട് ടേമിന് സിഗ്മ കൊടുക്കുമ്പോൾ സമ്മേഷൻ xi സിഗ്മ xi i is equal to 1 to n മൈനസ് സമ്മേഷൻ മ്യൂ is equal to 1 to n മ്യൂ അല്ലേ. that is equal to 1/സിഗ്മ സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ xi മൈനസ് സമ്മേഷൻ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, മ്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിനെ n ടൈംസ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് n മ്യൂ. ദിസ് ഈസ് സമ്മേഷൻ xi മൈനസ് n മ്യൂ അല്ലേ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിക്കണമെങ്കിൽ എൻ്റെ ഒരു എസ്റ്റിമേറ്റർ ഇവിടെ വേണം, മൈനസ് ഗാമ തീറ്റ എൻ്റെ കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ ഇവിടെ മ്യൂ ആണ്, ദാറ്റ് ഇൻറ്റു എ കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതാൻ സാധിക്കണം. അപ്പോൾ ഇവിടെ മ്യൂവിൻ്റെ സ്ഥാനത്ത് n മ്യൂ ആണ് വന്നിരിക്കുന്നത് അല്ലേ. ഒരു n അധികമുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്നിനെ പുറത്തേക്ക് എടുക്കാൻ പോവാണ്. അപ്പോൾ ദിസ് ഇസ് n/സിഗ്മ സ്ക്വയർ. ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് n എടുത്തു. അപ്പോൾ ഇവിടെ n ഇല്ല അല്ലേ, n ഇല്ലാത്തതുകൊണ്ട് നമ്മൾ xi ബൈ n എഴുതി. അപ്പോൾ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഈ n-ഉം n-ഉം ക്യാൻസൽ, മൈനസ് n ഇവിടെ പുറത്തേക്ക് എടുത്തപ്പോൾ ഇവിടെ മ്യൂ ആണ്. ഓർ ദിസ് ഇസ് ആക്ച്വലി n/സിഗ്മ സ്ക്വയർ ഇൻറ്റു എന്താണ് സമ്മേഷൻ xi ബൈ n, എക്സ് ബാർ അല്ലേ. അപ്പോൾ സാമ്പിൾ മീൻ എക്സ് ബാർ ആണ്, സമ്മേഷൻ xi ബൈ n എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, എക്സ് ബാർ മൈനസ് മ്യൂ. അല്ലെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് തിരിച്ചെഴുതുമ്പോൾ ദിസ് ഇസ് എക്സ് ബാർ മൈനസ് മ്യൂ ഇൻറ്റു ഇത് ആദ്യം എഴുതി ഇൻറ്റു n/സിഗ്മ സ്ക്വയർ. ഈ രൂപത്തിലേക്ക് എത്തിയില്ലേ, ദറ്റ് ഈസ് ഓഫ് ദ ഫോം ടി മൈനസ് ഗാമ തീറ്റ ഇത് അല്ലേ ഇൻറ്റു എ തീറ്റ മീൻസ് എ കോൺസ്റ്റന്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. ഈ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ ടി വിൽ ബി ദ മിനിമം വേരിയൻസ് ബൗണ്ട് എസ്റ്റിമേറ്റർ. അപ്പോൾ ഇവിടെ ടിയുടെ സ്ഥാനത്ത് ആരാ വന്നത്, ഇവിടെ പാരാമീറ്റർ വന്നിട്ടുണ്ട്, ഓക്കെയാണ്. ഇവിടെ ടിയുടെ സ്ഥാനത്ത് ആരാ വന്നിരിക്കുന്നത്, സാമ്പിൾ വാല്യൂസിൻ്റെ ഫംഗ്ഷനാണ് എസ്റ്റിമേറ്റർ അല്ലേ. ടിയുടെ സ്ഥാനത്ത് എക്സ് ബാർ ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, എക്സ് ബാർ ഇസ് എ മിനിമം വേരിയൻസ് ബൗണ്ട് എസ്റ്റിമേറ്റർ ഫോർ ദ പോപ്പുലേഷൻ പാരാമീറ്റർ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, മിനിമം വേരിയൻസ് ബൗണ്ട് എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കുന്നത്.